തൊടുപുഴ കൊട്ടേഷൻ കൊലപാതകത്തിൽ ഒന്നാം പ്രതി ജോമോന്റെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടക്കുകയാണ്. ബിജുവിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം എത്തിച്ച വീട്ടിലാണ് തെളിവെടുപ്പ്. മറ്റാർക്കെങ്കിലും കേസിൽ കൂടുതൽ പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നു. സാഗർ ചേരുന്നു. സാഗർ, തെളിവെടുപ്പ് ഏത് രീതിയിലാണ് തുടരുന്നത്? അപർണ, ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് തൊടുപുഴയിൽ ഇത്തരത്തിലൊരു കൊട്ടേഷൻ കൊലപാതകം നടന്നത്. ബിസിനസ്സുകാരനായ ബിജു ജോസഫിനെ തന്റെ പങ്കാളിയായ ജോമോനാണ് ഇത്തരത്തിൽ കൊലപ്പെടുത്തിയത്. കൊട്ടേഷൻ സംഘങ്ങളെ ഉപയോഗിച്ചായിരുന്നു ജോമോൻ കൊലപാതകം നടത്തിയത്. കേസിൽ നിലവിൽ 4 പ്രതികളാണുള്ളത്. ഒന്നാം പ്രതി മുഖ്യപ്രതിയായ ജോമോൻ, രണ്ടാം പ്രതിയായ കൊട്ടേഷൻ സംഘത്തിൽ ഉൾപ്പെട്ട ആഷിഖ് ജോൺസൺ, മൂന്നാം പ്രതി മുഹമ്മദ് അസ്ലം, ജോമിൻ എന്നിങ്ങനെ 4 പ്രതികളാണ് നിലവിലുള്ളത്. ഇവർ പോലീസ് കസ്റ്റഡിയിലാണ് ഉള്ളത്. ഇവരെ എത്തിച്ച് ഇന്നലെ 4 പേരെയും ഒരുമിച്ചിരുത്തിയും തെളിവെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. തുടർന്ന് ഈ ആഷിഖ് ജോൺസൺ ബിജു ജോസഫിനെ ക്രൂരമായി മർദ്ദിച്ചതായി ആഷിഖ് മൊഴി നൽകി. മറ്റു 3 പ്രതികളും ഇത്തരത്തിൽ തന്നെയാണ് മൊഴി നൽകിയിരിക്കുന്നത്. ആഷിഖാണ് ബിജുവിനെ കൂടുതലായി മർദ്ദിച്ചത്. കൊല ചെയ്തതും ആഷിഖാണെന്നാണ് മറ്റു 3 പേരും മൊഴി നൽകിയിരിക്കുന്നത്. ഇതേ തുടർന്നാണ് ഇന്ന് ഈ 4 പ്രതികളെയും ഒരുമിച്ച് മുഖ്യപ്രതിയായ ജോമോന്റെ വീട്ടിൽ എത്തിച്ചിപ്പോൾ തെളിവെടുപ്പ് നടക്കുന്നത്. ഈ ബിജു കൊല്ലപ്പെടുന്നതിന് മുമ്പ് ബിജു മരിച്ചോ എന്ന് അറിയുവാനായി ജോമോന്റെ വീട്ടിൽ കൊണ്ടുവന്നിരുന്നു. ഇവർ ഇവിടെ വെച്ച് CPR നൽകി എന്നുള്ളതാണ് ജോമോൻ മൊഴി നൽകിയിരിക്കുന്നത്. ഇത് ജോമോന്റെ വീട്ടിലെത്തിച്ച ശേഷമാണ് ഇത്തരത്തിൽ ചെയ്തതെന്നാണ് പ്രതികൾ മൊഴി നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 4 പേരെയും ജോമോന്റെ വീട്ടിലെത്തിച്ച് ഇന്ന് രാവിലെ ഇപ്പോൾ തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കേസിൽ കൂടുതൽ പേർ അന്വേഷണത്തിൽ ഇതിന്റെ ഭാഗമായിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതായത് ജോമോന്റെ വീട്ടിലുള്ളവർ ഉൾപ്പെടെ, ഭാര്യ ഉൾപ്പെടെ ആർക്കെങ്കിലും ഈ കേസുമായി ബന്ധമുണ്ടോ എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 പ്രതികളുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. ആഷിഖ് ജോൺസനെ ഇന്നലെയാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. ഇയാൾ 5 ദിവസം പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടാവും. ഇയാളെ തുടർന്ന് വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവെടുപ്പും ചോദ്യം ചെയ്യലും ഉണ്ടാവുമെങ്കിലും മറ്റു 3 പേരുടെയും കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. ഇവരെ തെളിവെടുപ്പിന് ശേഷം കോടതിയിൽ ഹാജരാക്കും. അപർണ. റൈറ്റ്, സാഗറാണ് വിവരങ്ങൾ നൽകിയത്.